നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ കരിമണൽ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ വളഞ്ഞിട്ട് ആക്രമിച്ച കേസിൽ സിപിഎം വൻ കുരുക്കിലേക്കാണ് വീണിരിക്കുന്നത്. മെയ് 27 നടന്ന ഈ അക്രമത്തിന് പിന്നിലെ കൃത്യമായ ഗൂഢാലോചന പുറത്തുവരുന്നതിനായി രൂപീകരിച്ച SIT ഇപ്പോൾ സിപിഎം ഉന്നത നേതാക്കളുടെ ഫോൺ കോൾ വിവരങ്ങൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി V ജോയി MLA, CK ഹരീന്ദ്രൻ MLA എന്നിവരുടെ ഫോൺ കോൾ വിവരങ്ങളാണ് മ്യൂസിയം CI R പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഈ രണ്ട് MLA-മാരുടെയും ഫോൺ വിവരങ്ങൾ ഔദ്യോഗികമായി ശേഖരിക്കുന്നതിനായി പോലീസ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ മുൻകൂർ അനുമതി തേടിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളെ കായികമായി നേരിട്ട് ഭയപ്പെടുത്താമെന്ന് കരുതിയ നേതാക്കളുടെ തലയ്ക്ക് മുകളിലാണ് ഇപ്പോൾ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം വട്ടമിട്ട് പറക്കുന്നത്. മെയ് 27 പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് പൂർത്തിയാക്കി മടങ്ങുന്ന സമയത്താണ് വാഹനങ്ങൾ തടഞ്ഞു നിർത്തി കല്ലും ഇഷ്ടികയും ചെരുപ്പുമെറിഞ്ഞ് ED ഉദ്യോഗസ്ഥരെ CPM അക്രമി സംഘം ആക്രമിച്ചത്. റെയ്ഡ് നടക്കുമ്പോൾ തന്നെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മുതിർന്ന CPM-ന്റെ നേതാക്കളടക്കം പിണറായി വിജയന്റെ വീട്ടുവളമ്പിൽ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്കൊപ്പം ജോൺ ബ്രിട്ടാസ് MP, V ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരും സംഭവ സ്ഥലത്ത് തന്നെ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. മുതിർന്ന നേതാക്കളുടെ കൃത്യമായ ആസൂത്രണമോ ആഹ്വാനമോ ലഭിക്കാതെ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 100ഓളം വരുന്ന അക്രമാസക്തരായ പ്രവർത്തകർ പെട്ടെന്നൊരു ദിവസം ആയുധങ്ങളുമായി അവിടെ എത്തില്ലെന്നാണ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ നടന്ന അക്രമമാണെന്ന് ഉറപ്പാണ്. അറസ്റ്റിലായ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്ക് ED ഉദ്യോഗസ്ഥരുമായി യാതൊരുവിധ വ്യക്തിവൈരാഗ്യവുമില്ല. അതുകൊണ്ട് തന്നെ അണികളെ ഇളക്കിവിട്ട നേതാക്കളിലേക്ക് അന്വേഷണം പൂർണ്ണമായും വ്യാപിപ്പിക്കണമെന്നാണ് EDയുടെ നിലപാട്. മാധ്യമങ്ങളിൽ നിന്നും CCTV-കളിൽ നിന്നും ശേഖരിച്ച ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും ഉപയോഗിച്ച് V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളെ കേസിൽ പ്രതി ചേർക്കാനാണ് പോലീസ് നീക്കം. സ്വന്തം നേതാക്കളുടെ അഴിമതി മറച്ചുവെക്കാൻ വേണ്ടി കേന്ദ്ര ഏജൻസികളെ തല്ലി ഓടിക്കാൻ വേണ്ടി ഗുണ്ടകളെ ഇറക്കിയ CPM-ന്റെ നയം ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. അഴിമതിയും കൊള്ളയും നടത്തുമ്പോൾ കൂട്ടുനിൽക്കുകയും അത് പിടിക്കാൻ നിയമപരമായ ഏജൻസികൾ വരുമ്പോൾ അക്രമം അഴിച്ചുവിടുകയും ചെയ്യുന്ന ഈ ഗുണ്ടാ രാഷ്ട്രീയം കൊണ്ട് ഇനി കേരളത്തിൽ CPM-ന് നിലനിൽപ്പില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. മുൻപൊക്കെ പോലീസ് കേസ് അട്ടിമറിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഭരണം മാറിയതോടെ പോലീസിന് നിയമപരമായി പ്രവർത്തിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. MV ഗോവിന്ദന്റെയും മറ്റ് നേതാക്കളുടെയും ഫോൺ രേഖകൾ പുറത്തുവരുന്നതോടെ അക്രമം നടത്താൻ ആരെയൊക്കെയാണ് ഫോണിൽ വിളിച്ചു വരുത്തിയത് എന്ന ഗൂഢാലോചനയുടെ ചുരുളഴിയും. വനിതാ ഉദ്യോഗസ്ഥരടങ്ങിയ ED വാഹനത്തിന് ചില്ല് തല്ലി തകർക്കാൻ ആഹ്വാനം നൽകിയ വലിയ നേതാക്കൾ വരും ദിവസങ്ങളിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അഴിയെണ്ണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചുരുക്കത്തിൽ നിയമത്തെ കായികമായി നേരിടാമെന്ന് കരുതിയ CPM-ന്റെ അഹങ്കാരത്തിനാണ് ഇപ്പോൾ പോലീസ് ശക്തമായി പൂട്ടിട്ടിരിക്കുന്നത്. നിയമം അതിന്റെ വഴിക്ക് കൃത്യമായി നീങ്ങുമ്പോൾ അക്രമികൾക്ക് രക്ഷപ്പെടാൻ ഒരിടവും ഉണ്ടാകില്ല. കേരളത്തിൽ അക്രമ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് പ്രതികൾ എത്ര വലിയ ഉന്നത നേതാക്കളായാലും അവരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അർഹമായ ശിക്ഷ ഉറപ്പാക്കുക തന്നെ വേണം.